താങ്കളുടെ നാട് ആ പ്രദേശം എന്നത് ഇപ്പോൾ അഭിലാൽ ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ അല്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്താണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ ആദ്യം ഒരു കുട്ടി മരിച്ചു, മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് വേഗത്തിൽ എത്തിച്ചു എന്ന വിവരമാണ് വന്നത്. ഇപ്പോൾ പുതിയ വിവരം വരുന്നത് ഒരു കുഞ്ഞിന് കൂടി ജീവൻ നഷ്ടമായി എന്നതാണ്. ഈ കുഞ്ഞിന്റെ കാര്യം അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എന്താണ് സംഭവിച്ചത് അർദ്ധൽ? ആദ്യം ഈ കുഞ്ഞ് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്ന കുഞ്ഞിന് കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെയാണ് സ്കൂൾ അധികൃതരോടും അന്വേഷിച്ചപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെങ്കില് പിന്നീടാണ് എല്ലായിടത്തും നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൂടെ കിട്ടാനുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. പിന്നെ വീണ്ടും ഫയർഫോഴ്സും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം MLA യുടെ നിർദ്ദേശം അനുസരിച്ച് തേക്ക് തോട്ടിലേക്ക് വീണ്ടും വരികയും വന്ന് അവര് പരിശോധനകളെല്ലാം നടത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള വലിയ അന്വേഷണം നടത്തിയാണ് ഇപ്പൊ കുഞ്ഞിനെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം കോന്നി മെഡിക്കൽ കോളേജിലെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളല്ലാതെ ഡ്രൈവർ മാത്രമല്ലേ ഉണ്ടായിരുന്നത്? മുതിർന്നയാൾ എന്ന് പറയുമ്പോൾ ഡ്രൈവർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ നിലയും മോശമാണോ? അപകടകരമായ സാഹചര്യം ഞാൻ ചോദിക്കുന്നത്. അമ്മയോടുണ്ടായിരുന്ന വണ്ടിയുടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, ഈ കുട്ടി കൂടി ഉണ്ടായിരുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്തുകൊണ്ട് എന്നാണ്? ഈ അപകട സമയത്ത് അങ്ങനെ അതിനെ നെഗറ്റീവായി ചോദിക്കുന്നതല്ല, അതെന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെ കൂടിയിരുന്ന ആളുകള് ഈ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാറിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നതിന്റെ കൂടി കുഞ്ഞുണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അതില് കാരണം ആളുകൾ അറിഞ്ഞ് വരുന്ന അനുസരിച്ച് വന്ന വണ്ടികളിലാണ് ഈ ആളുകളെ ആശുപത്രി കൊണ്ടുപോയത് കുഞ്ഞുങ്ങളെ. മറ്റു കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ എത്ര പേരുണ്ട്? ഡ്രൈവർ ഉൾപ്പെടെ എന്താണ് ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി? അദ്ദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളെ ഇപ്പൊ പരിക്കുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ബിലിവേഴ്സ് ആശുപത്രിയിലോട്ട് തിരുവല്ലയിലാക്കിയിട്ടുണ്ട്. അതിപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നു. BP അല്പം കുറഞ്ഞത് കൊണ്ടാണ് ഇവിടുന്ന് മാറ്റി അങ്ങോട്ടാക്കിയത്. അത് കുഴപ്പമില്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. പിന്നെ ഒരു കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജില് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു കുട്ടികൾക്ക് കുഴപ്പമില്ല അല്ലെ? അവരിപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. മറ്റു കുട്ടികൾക്ക് കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. ഒരു കാര്യം കൂടി, ഈ മേഖലയിൽ നിന്ന്, ഈ തുമ്പാക്കുളം മേഖലയിൽ നിന്ന് കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ എത്ര ദൂരം കൊണ്ടുപോയാണ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത്? വാഹന സംവിധാനം എങ്ങനെയാണ് ആ പ്രദേശത്തെക്കുറിച്ച്? എനിക്ക് അറിയില്ല. ഒരുപക്ഷെ മറ്റു ആളുകൾക്കും പുറമേയുള്ള ആളുകൾക്കും അത്ര ധാരണ ഉണ്ടാവില്ല. അതേക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ. അവിടെ 2-3 കിലോമീറ്റർ ഒക്കെ ദൂരത്തിലൂടെ ആണ് ഈ വാഹനത്തിൽ സ്കൂളിൽ എത്തിക്കുന്നത് കുട്ടികളെ. 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഒക്കെ ദൂരമുണ്ട്. സാധാരണ യാത്ര ചെയ്യുന്നത് ഓട്ടോറിക്ഷയിലും മറ്റുമാണ്. കുഴപ്പമില്ലാത്ത റോഡൊക്കെയാണ്. അങ്ങനെ അപകട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ? ഇല്ല, ഇതുവരെ ഇങ്ങനൊരു അപകടം നമ്മുടെ ആ പ്രദേശത്ത് ഈ നിലയ്ക്ക് ഉണ്ടായിട്ടില്ല. നന്ദി ശ്രീ ജെയിംസ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് അംഗമാണ്.